പ്രിയമുള്ളവരെ, നമ്മിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ ഗുരുക്കന്മാരെയും സഹപാഠികളെയും ഒരു നിമിഷം ഓർക്കാം. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് ഒരു മിനിറ്റ് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന നയിക്കുന്നത് ശ്രീമതി ജോയ്സി KJ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ ആരാധ്യരായ ഗുരുജനങ്ങളെ, സദസ്സിൽ സന്നിധരായിരിക്കുന്ന സഹപാഠി സുഹൃത്തുക്കളെ, 1974 SSLC പരീക്ഷ എഴുതി ഈ സ്കൂളിനോട് വിട പറഞ്ഞ നമ്മൾ 50 വർഷങ്ങൾക്ക് ശേഷം, നീണ്ട 50 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സംഗമിച്ചിരിക്കുന്നു. ഒരുപക്ഷേ ഇങ്ങനൊരു സംഗമം സാധ്യമാകുമെന്ന് നമ്മളാരും കരുതിയതല്ല. എന്നാൽ IT രംഗത്തെ പുരോഗമനവും മൊബൈൽ ഫോണിൻ്റെ കണ്ടുപിടുത്തമൊക്കെയാണ് നമ്മളെ ഇന്നിവിടെ ഇങ്ങനെയൊരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. നമ്മുടെ ബാച്ചിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് ശ്രീ ജോഷി കട്ടക്കത്തിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന് അതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത് അദ്ദേഹം ഈ പഠിച്ച സ്കൂളിൽ തന്നെ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റും എല്ലാം സംഘടിപ്പിച്ച് അന്നത്തെ നമ്മുടെ ABCD 4 ഡിവിഷനിലെ കുട്ടികളുടെ പേരുകൾ റോള് സംഘടിപ്പിച്ച് അത് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്ത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേരെല്ലാം കൂടിയിട്ട് ഒരു കഷ്ടപ്പെട്ട് തന്നെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മളിലുള്ള 150 മേലെ 160 താഴെയുള്ള നമ്മളിൽ ഒരു 80-85 പേരെ ഗ്രൂപ്പിൽ ചേർക്കാൻ കഴിഞ്ഞു. ആ ഗ്രൂപ്പിൽ ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുൻനിര പ്രവർത്തകരായ ഞങ്ങൾ ഒരു 10-26 പേര് TP ശശീന്ദ്രൻ്റെ വീട്ടിൽ ദ്വാരകയിൽ മാനന്തവാടിയിൽ ചേരുകയുണ്ടായി. അവിടുന്ന് വിശദമായ കൂടിച്ചേരലിൻ്റെ പ്ലാൻ ചെയ്തു. അങ്ങനെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതും നമുക്കിങ്ങനെ സംഘടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇവിടെ സംഗമിക്കാൻ കഴിഞ്ഞതിൽ നമുക്കേറെ സന്തുഷ്ടരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എൻ്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ലളിതമെങ്കിലും പ്രൗഢവും ഗംഭീരമായ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. ഈ പരിപാടിയിൽ അധ്യക്ഷനാകുന്നത് നമ്മുടെ അന്നത്തെ സ്കൂളിൻ്റെ ലീഡറും വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന ശ്രീ K. നാണുവാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ നാണുവേട്ടനെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ആയിരിക്കേണ്ടിയിരുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താമെന്നേറ്റ റവറൻഡ് ഫാദർ ഉദ്ഘാടനം നടത്താമെന്ന് അദ്ദേഹം സ്നേഹപൂർവ്വം ഞങ്ങളോട് ഏറ്റതാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഔദ്യോഗികമായ ഒരു തിരക്കുള്ളതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉദ്ഘാടനം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ കൂടിയായ ശ്രീ സജി ജേക്കബ് സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ഗുരുജനങ്ങളാണ്. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സ്കൂളിലെ പൂർവ്വ പ്രധാനാധ്യാപകരെ, പ്രത്യേകമായി ഇന്ന് ഈ ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന ഗുരുശ്രേഷ്ഠരെ, 1973-74 SLC ബാച്ചിൽ ഈ സ്കൂളിൻ്റെ പടിയിറങ്ങി ആ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്കിന് മാനസികമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 73-74 SLC ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന് ജോഷി സാർ പറഞ്ഞപ്പോൾ ജോഷി സാറും അതോടൊപ്പം തന്നെ ഇവിടെ സ്വാഗത സംഘ രൂപീകരണത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ എത്തിച്ചേർന്ന ചുരുക്കം ചിലർ മാത്രമേ പരിചിതമായ മുഖങ്ങൾ ഉണ്ടാകൂ എന്നാണ് കരുതിയത്.
ആദ്യം തന്നെ പ്രിയപ്പെട്ട ജോസിയേട്ടനെ ഞാൻ കണ്ടു പൂന്തോട്ടത്തിലെ, പിന്നെ ട്രീസമ്മ ചേച്ചി, ഞങ്ങളൊക്കെ വളരെ വളരെ അടുത്ത നെയ്ബേഴ്സാണ്. ജോസിയേട്ടൻ ഒക്കെ ഇവിടുന്ന് സ്ഥലം വിറ്റ് പോകുന്നതും ട്രീസമ്മ ചേച്ചീനെ കുരാച്ചനിലേക്ക് വിവാഹം കഴിച്ചു വിട്ടതും അതിൻ്റെ ഭാഗമായി കുരാച്ചനിലുള്ളവരാണ് അവർ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട താരാഭവൻ സാറൊക്കെ അന്ന് ഈ സ്കൂളിലേക്ക് നടന്നു വന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാറിനെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്കൂളിൽ ജോലി ചെയ്യുന്ന ബിന്ദു ടീച്ചറിൻ്റെ ശാസനയും അങ്ങനെ പലരെയും ഇതിനു മുമ്പ് പരിചയമുള്ളതാണ്. ഏതായാലും കാപ്പിലെ സാറിനെ അറിയാം, നാട്ടുകാരനാണ്. അപ്പം പേരറിയത്തില്ല, കാപ്പിയിൽ സാർ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ അന്ന് കുരാച്ചനിൽ നിന്ന് പോകുന്ന ഒരു കുന്നുമേലെ ഒരു സാറും ഉണ്ടായിരുന്നു. താങ്ക് യു. തോമസ് ചെറിയാനും ജോർജ് വർഗീസും കൂടെ വന്നിട്ട് താരാപൻ സാറിനെ ആദരിക്കുക. ഷാൾ ഇതാ ഇവിടെ ഇരിക്കുന്നു, ഗിഫ്റ്റ് ഇരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ആഗസ്ത് സാറിനെയാണ്. ആഗസ്ത് സാറിനെ ആദരിക്കുന്നത് അശോകൻ, ജോസ്ഫി എന്നിവരാണ്. ചിന്നമ്മ ജോർജ്, ഫ്രാൻസിസ് കെ എം, തോമസ് എ പി എന്നിവർ ഈ ദൗത്യം നിർവഹിക്കണം. ജോർജ് സാർ, കാപ്പൻ സാർ, യെസ്. ഒന്ന് മുഹമ്മദാണ് വരുന്നത്. പിന്നെ ആരാണ്? ജോൺ പൂകമല. ഓക്കെ സാർ, ഇതിപ്പോൾ വിളിക്കുമ്പം ജോർജ് കെ എം ചെമ്പനോട് ഹൈസ്കൂൾ ഹെഡ് മാഷായിട്ടാണ് പിരിയുന്നത്. എൻ്റെയൊക്കെ ഹെഡ് മാഷായിരുന്നു. ഓക്കെ, ഈ ജോർജ് ഉതുപ്പ് സാറിനെയാണ്. തോമസ് പി എസ്, ശശി കെ സി എന്നിവരെയാണ് ക്ഷണിക്കുന്നത്. ഇനി നമ്മുടെ ജോസഫ് പി വി, നമ്മുടെ 10C ക്ലാസ് ടീച്ചർ കൂടിയാണ്, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഫ്രാൻസിസ് സി എ, കലയാണത്തോട്ടം ഫ്രാൻസിസും ഫ്രാൻസിസ് വി എം വടക്കേടം, ഇവർ രണ്ടുപേരും കൂടെ ഈ സാറിനെ ആദരിക്കാൻ സ്റ്റേജിലെത്തുക. അടുത്തത് നമ്മുടെ മത്തായി സാറാണ്. പതാപ്പുറമ്പ് മത്തായി സാറാണ് നമ്മൾ പറയും. കുര്യാക്കോസ് എം ജെയും ഗംഗാധരനും കൂടി ആ ദൗത്യം നിർവഹിക്കണം. ഇനി നമ്മുടെ റോസലിൻ ടീച്ചറാണ്. റോസലിൻ ടീച്ചറിനെ ആദരിക്കേണ്ടത് നമ്മുടെ മിത്രം കെ സിയും കുഞ്ഞികൃഷ്ണൻ ടി പിയും കൂടിയാണ്. താങ്ക് യു. ഇനി നമ്മുടെ തോമസ് ജോസഫ് ആൻഡ്രോസ്, നമ്മുടെ ആൻഡ്രോസ് സാറെന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പേര് തന്നെ നമുക്കറിയത്തില്ല. ജോസ് പി എ, കനാരൻ ടി എൻ കെ, കനാരൻ എൻ കെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജോസ് പി എയും കൂടെ അവരെ ആദരിക്കുക. നിങ്ങളിങ്ങോട്ട് സ്വല്പം തിരിഞ്ഞ് നിൽക്കണേ, ക്യാമറയിലൊന്ന് വരണം. നമ്മളെല്ലാവരും സാറിനെ മറഞ്ഞു പോകുന്നു. ഓക്കെ. ഇനി നമ്മുടെ തോമസ് കെ എസ്, കൊട്ടാരം സാറെന്ന് നമ്മൾ വിളിക്കുകയുള്ളൂ എപ്പോഴും. കൊട്ടാരം സാറിനെ വിളിക്കുകയാണ്. ശശീന്ദ്രൻ ഡി പിയും ജെയിംസ് പി വിയും
ജെയിംസ് വെച്ചൊന്ന് കൂടിയിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ. അതുകൊണ്ടാണ് അവരെ തന്നെ നമ്മൾ ഈ നിയോഗം ഏൽപ്പിച്ചത്.